ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ സാധാരണ ആൾക്കാർ ചെയ്യുന്ന തെറ്റെന്താണെന്ന് അറിയും. ഒന്ന്, ഒരു എമർജൻസി ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ടാവില്ല. രണ്ട്, ഒരു വർഷത്തേക്ക് റിക്കറിങ് എക്സ്പെൻസസ്, അതായത് മന്ത്ലി എക്സ്പെൻസ് എല്ലാവർക്കും അറിയാം, പക്ഷേ റിക്കറിങ് എക്സ്പെൻസസ് ലൈക്ക് യുവർ പ്രോപ്പർട്ടി ടാക്സ്, ആനുവൽ ഇൻഷുറൻസ് കോസ്റ്റ്, വണ്ടിയുടെ മെയിൻ്റനൻസ്, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ എല്ലാ മാസം വരാത്ത കാര്യങ്ങളുടെ പൈസയും മാറ്റി വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്താവും, പെട്ടെന്നായിരിക്കും ഓക്കെ, അയ്യോ ഇപ്പം മക്കളുടെ ഫീസ് കിടണം, അപ്പോൾ എന്തായി, എൻ്റെ കയ്യിൽ പൈസയും ഇല്ല, അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് വലിച്ചു. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് വലിക്കുമ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റ് സെൻസിറ്റീവ് ആയതുകൊണ്ട് ചിലപ്പോൾ ഡൗൺ ആയിരിക്കും ആ സമയത്ത്, അപ്പായിരിക്കാം. അപ്പാണെങ്കിൽ കുഴപ്പമില്ല, ഡൗൺ ആണെങ്കിൽ അപ്പുറം ഈ പൈസ നഷ്ടമാവും. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് എമർജൻസി ഫണ്ട് ഒന്ന് മാറ്റി വയ്ക്കണം. ഒന്ന്, നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് കൂടാതെ ഒരു വർഷത്തിൽ നമുക്ക് എന്തൊക്കെ എക്സ്പെൻസ് വരുന്നോ ആ പൈസ മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞിട്ടേ ലോങ് ടേം ചെയ്യാൻ പാടുള്ളൂ. ഇത് ചെയ്യാത്ത ആൾക്കാരാണ് കൊറോണ സമയത്ത് എമർജൻസി ഫണ്ട് ഉണ്ടായില്ല. കൊറോണ സമയത്ത് മാർക്കറ്റ് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഓൾമോസ്റ്റ് 40% ഡൗൺ ആയിരുന്നു. ആ സമയത്ത് കയ്യിൽ ചിലവിന് പൈസ ഇല്ലാത്തത് കൊണ്ട് ലോസിൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് വലിച്ച ആൾക്കാരുണ്ട്, വിച്ച് ആക്ച്വലി മെയ്ഡ് ദിയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോ ഡൗൺ. അപ്പോൾ ഇത് ചെയ്യുന്നതിന് പകരം ഇത് എമർജൻസി ഫണ്ട് നമുക്ക് സെപ്പറേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ലോങ് ടേം ഒരിക്കലും ടച്ച് ചെയ്യില്ല. മാത്രമല്ല, നിങ്ങൾക്ക് നല്ല ഡൈവേഴ്സിറ്റി ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ ഗോൾഡിൻ്റെ പ്രൈസ് കൂടുക ചെയ്ത ആ സമയത്ത്, അപ്പോൾ അതിന് കുറച്ച് പൈസ എടുത്തിട്ട് ഈക്വിറ്റിയിൽ ഇടുകയാണെങ്കിൽ അവരിന്ന് നല്ല പ്രോഫിറ്റിലായിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഹാവ് എ എമർജൻസി ഫണ്ട് സെറ്റ് ബിഫോർ യു സ്റ്റാർട്ട് യുവർ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി എത്ര എമർജൻസി ഫണ്ട് വേണമെന്ന് പറയണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുക, അടുത്ത വീഡിയോയിൽ വരും.